അങ്ങനെ നമ്മുടെ വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം സിനിമ കണ്ടു. നമ്മുടെ മോഹൻലാലിൻ്റെ മകളാണ് നമ്മുടെ വിസ്മയ മോഹൻലാൽ. പുള്ളിക്കാരിയുടെ ഫസ്റ്റ് സിനിമയാണ്, ഫസ്റ്റ് തുടക്കമാണ് സിനിമയുടെ പേരും തുടക്കം തന്നെയാണ്. അങ്ങനെ അത് തിയേറ്ററിൽ പോയി കണ്ടു. ഇന്നലെയാണ് പോയി കണ്ടത്. ഇന്നലെ നൈറ്റ് ഷോ ആണ് കണ്ടത്. അപ്പോൾ വീഡിയോ ഇടാൻ പറ്റിയില്ല, അതാ എപ്പോൾ ഇട്ടത്. ഡയറക്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ജൂഡ് ആൻ്റണിയാണ്. ജൂഡ് ആൻ്റണി 2018 ശേഷം ഷൂട്ട് ചെയ്യുന്ന എടുക്കുന്ന മൂവിയാണ് തുടക്കം. പിന്നെ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നമ്മൾ ആശീർവാദ് സിനിമാസ് തന്നെയാണ്. പിന്നെ ലാലേട്ടൻ ഒരു ക്യാമിയോലുണ്ട്. അത് നമ്മൾ ട്രെയിലറൊക്കെ കണ്ടതൊക്കെ മനസ്സിലായി കാണുമല്ലോ. അതൊരു സർപ്രൈസിങ് സാധനമൊന്നുമല്ല, ഒരു ക്യാമിയോലുണ്ട്. പിന്നെ അഭിനയിച്ചിട്ടുള്ളവർ നമ്മുടെ ഇപ്പോൾ സായ് കുമാറുണ്ട്. പിന്നെ അത് വിസ്മയുടെ അച്ഛനായിട്ടാണ് സായ് കുമാറായിട്ടുള്ളത്. പിന്നെ നമ്മുടെ വില്ലനായിട്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വില്ലനായിട്ട് നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകനായിട്ടുള്ള പേര് ഞാൻ മറന്നുപോയി. പുള്ളിക്കാരൻ നമ്മുടെ എമ്പുരാൻ സിനിമയ്ക്ക് അതൊരു ചെറിയ റോളിൽ വന്നിട്ടുണ്ടായിരുന്നു. മീൻസ് ക്ലൈമാക്സിൽ ഒരു ചെറിയ സാധനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല സ്ക്രീൻ പ്രസൻസ് ഉള്ളൊരു ഫേസും കാര്യങ്ങളൊക്കെയാണ്. പുള്ളിക്കാരൻ്റെ ഒരു താടിയും ആ ഒരു ഫേസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ഉള്ളൊരു ഫേസും കാര്യങ്ങളൊക്കെയാണ്. ഇത് തുടക്കം തന്നെ പുള്ളിക്കാരനെ കാണിച്ച് തുടങ്ങുന്നത് സിനിമ. ഇനി സിനിമ എങ്ങനെ ഉണ്ടെന്നുള്ളത് കയറാം. പിന്നെ മ്യൂസിക്കുള്ള ജെക്സ് ബിജയു ആണ്. അങ്ങനെ അത്യാവശ്യം നല്ല. പിന്നെ എഡിറ്റർ ചെമ്മൻ ചാക്കോ, അയ്യോ ഒരു രക്ഷയില്ലാത്ത പുള്ളിയുടെ എഡിറ്റിംഗ് അറിയാമല്ലോ. അന്യായ എഡിറ്ററാണ് പുള്ളിയുടെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു പ്രോമിസിങ് ആയിട്ടുള്ള സാധനമായിരിക്കും എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെല്ലാം ആ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം പക്കയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ആണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഫൈറ്റും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ തുടക്കം കാണിച്ചുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ കാണിച്ച് തുടങ്ങുന്നത്. അപ്പം തന്നെ നമുക്ക് ആ ഒരു കൊടൂര വില്ലൻ എന്നുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ, അത് അതിൻ്റെ നമുക്ക് കിട്ടുന്നുണ്ട്. തുടക്കം കാണുമ്പോൾ തന്നെ ഒരു കൊടൂര വില്ലൻ എന്നുള്ളൊരു സംഭവം നമുക്ക് കിട്ടും. ഒറ്റയ്ക്ക് മതി, വേറെ ആരും വേണ്ട. ഒരു കൂട്ടത്തോടെ ഒന്നും വേണ്ട, ഒരാൾ മതി. ആ ഒരാളിൽ തന്നെ ആ ഒരു കൊടൂര വില്ലനിസം നമുക്ക് കാണിച്ചിരുന്നുണ്ട്. എന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ളവരെ കാണിക്കുന്നതും ഒക്കെ. സിനിമ കണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അത്യാവശ്യം സിനിമ വർക്കായി. എനിക്ക് ഫസ്റ്റ് ഹാഫൊക്കെ ഞാൻ നല്ല രീതിക്ക് എന്താ പറയുക, ഭയങ്കര ത്രില്ലടിച്ചിരുന്നാണ് കണ്ടത്. ഇൻ്റർവെല്ല് വരെ എന്താ പറയുക, സീറ്റഡ്ജ് ത്രില്ലിങ് എന്നല്ല, ഒരു എന്താ പറയുക, ഭയങ്കര ത്രില്ലടിച്ച് ഭയങ്കര എൻജോയ് ചെയ്താണ് കണ്ടത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ആ ഒരു ത്രില്ലിങ് സാധനം ഇല്ലെങ്കിലും സിനിമ ഓക്കെയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ആ ഒരു ട്രാക്കിൽ നിന്ന്, ഒരു ത്രില്ലിങ് ട്രാക്കിൽ നിന്ന് മാറി വന്നു. അത് മാത്രമേ ഒരു ഇതായിട്ട് തോന്നിയുള്ളൂ. ബട്ട് സിനിമ നൈസായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് പുള്ളിക്കാരിയുടെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു, കിടിലം. ഇന്ന് പറയാ മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കുമെന്നൊരു സെറ്റപ്പ് ഇല്ലേ, ആ ഒരു സാധനം ഇതിൻ്റെ അകത്ത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് ആ ലാലേട്ടൻ്റെയൊക്കെ ആ ഒരു സ്ക്രീൻ മൊമെൻ്റ് ഉണ്ട്. ആ ഒരു എന്താ പറയുക, ആ ഒരു ഫൈറ്റ് തുടങ്ങുന്നൊരു മൊമെൻ്റ് ഉണ്ട്. അതിൽ കുറേ BGM ഒക്കെ ഇട്ട് ജെക്സ് ബിജയു ഒരു കിടിലം BGM കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ലാലേട്ടൻ്റെ മകൾ ആ ഒരു സെറ്റപ്പ് നമുക്ക് തോന്നും. ബട്ട് ആക്ടിങ് ഒക്കെ ഫസ്റ്റ് പടം എന്നുള്ള നിലയ്ക്കുള്ള ഒരു സംഭവം തന്നെയാണ്. വലിയ സംഭവമായിട്ടൊന്നും പറയാനൊന്നുമില്ല. ആക്ടിങ് ഒക്കെ എന്താ പറയുക, ഓക്കെ പെർഫോമൻസ് ആണ്. അതിന് പിന്നെ അത് കുറ്റമായിട്ടൊന്നും പറയുന്നില്ല, കാരണം ഫസ്റ്റ് മൂവിയാണ്. എത്ര എന്താ പറയുക, ഒരു സ്റ്റാറിൻ്റെ മകളാണെന്ന് പറഞ്ഞാലും പുള്ളിക്കാരിക്ക് അത് ഫസ്റ്റ് മൂവിയാണ്. അതിൻ്റെ ഒരു പോരായ്മകളും കാര്യങ്ങളും എല്ലാം കാണും. ബട്ട് മൂവി ഈസ് ഗുഡ്, അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ളൊരു മൂവിയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സിനിമ. വമ്പ കിടിലം പടമൊന്നും പറയുന്നില്ല, ബട്ട് വാച്ചബിളായിട്ടുള്ള വൺ ടൈം വാച്ചബിളായിട്ടുള്ള ഒരു മൂവിയാണ്. ഫസ്റ്റ് ഹാഫൊക്കെ നല്ല ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ആ ഒരു ട്രാക്ക് മാറി വിട്ടു. ബട്ട് മൂവി ഈസ് ഗുഡ്, കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നല്ല രസമുണ്ട്. ഒരു എന്താ പറയുക, ഒരു എൻജോയ് ചെയ്തൊക്കെ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, ഒരു ത്രില്ലിങ്ങും. പുള്ളിക്കാരൻ്റെ ആക്ടിങ് ആണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ളത് കേട്ടോ. നമ്മളെ വില്ലൻ്റെ ആൻ്റണി പെരുമാവൻ്റെ മകൻ ഒരു രക്ഷയില്ലായിരുന്നു, തകർത്തിട്ടുണ്ട് സിനിമയ്ക്കകത്ത്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു കുറച്ച് ഫൈറ്റും കുറച്ച് ത്രില്ലിങ് പരിപാടികളും കുറച്ച് ഫാമിലി ഡ്രാമ, ഇമോഷനും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നൊരു മൂവിയാണ്. എന്തായാലും സിനിമ തിയേറ്ററിൽ പോയി ഒന്ന് കണ്ടു നോക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, സിനിമ തിയേറ്ററിൽ പോയി കാണാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. വലിയ സംഭവമൊന്നും അല്ലെങ്കിലും ജൂഡ് ആൻ്റണിയുടെ ഇറങ്ങിയ പടത്തിൽ വെച്ച് അത്രയ്ക്ക് അങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും സിനിമ നൈസായിരുന്നു, കൊള്ളായിരുന്നു. ഓക്കെ, ഗുഡ് മൂവി, അത്ര തന്നെയാണ്. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക, തിയേറ്ററിൽ പോയി കാണുക. ഓക്കെ, ബൈ.